ഹൈക്കോടതിയിൽ പോയാലും നിലവിൽ കോടതി പരിഗണിച്ച തെളിവുകൾ ദുർബലമാണെങ്കിൽ ഈ ദുർബലമായ തെളിവ് ഹൈക്കോടതിയുടെ മുന്നിലെത്തുമ്പോഴും പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഏതാണ് അങ്ങയുടെ അനുമാനം? അല്ല, ദുർബലമായ തെളിവുകൾ എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ വിചാരണ കോടതി അതെ. ദിലീപിനും മറ്റുമൊക്കെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി അവരെ വിട്ടയച്ചത്. ഓക്കെ. അപ്പോൾ ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള ഈ തെളിവുകൾ പുനഃപരിശോധിച്ചിട്ട് ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പ്രകടമാകത്തക്ക രീതിയിൽ കിട്ടിയ തെളിവുകൾ പര്യാപ്തമാണോ എന്ന് പുനഃപരിശോധിക്കാം. അപ്പോൾ ദിലീപിന് പങ്കാളിത്തമുണ്ട്, ദിലീപിന് പങ്കുണ്ട് എന്നാണ് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തെ അടക്കമുള്ളവരെ ശിക്ഷിക്കാം. മറ്റേ പ്രതികളുടെ ശിക്ഷ ശരിവെക്കാം, അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനൊക്കെ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് ഈ തെളിവുകളുടെ പുനഃപരിശോധനയാണ്. പുതിയ തെളിവുകൾ സാധാരണ രീതിയിൽ ഹൈക്കോടതിയിൽ അനുവദനീയമല്ല. പക്ഷേ ഉള്ള തെളിവുകൾ ഹൈക്കോടതി പുനഃപരിശോധിക്കും. നിയമപ്രശ്നങ്ങൾ രണ്ടാമത് വാദം കേൾക്കും. അങ്ങനെ വിശദമായൊരു വാദത്തിന് ശേഷം ഇതിൽ ഒരു അന്തിമമായ വിധി ഉണ്ടാകും. ഇതിലിപ്പോൾ സമ്മർദ്ദം, അതുപോലെ തന്നെ ഭീഷണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കപ്പെട്ടു. അങ്ങ് തന്നെ പലരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുമുണ്ട് നേരിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഇത്രയേറെ ഹെവി വെയ്റ്റുകൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസാകുമ്പോൾ അത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതിനെ ടാക്കിൾ ചെയ്യാൻ മറ്റു വശങ്ങളൊന്നുമില്ലേ സർ? അല്ല, ഇങ്ങനെയുള്ള കേസുകളിൽ ഈ പ്രതിഭാഗം വളരെ ശക്തമാകുമ്പോൾ പോലീസും അതനുസരിച്ചുള്ള മറുമരുന്നുകൾ പ്രയോഗിക്കുകയാണ് സാധാരണ ചെയ്യുക. ഒരു കൂട്ടർ ശക്തരാകുമ്പോൾ മറുഭാഗത്തും അതനുസരിച്ചുള്ള ശക്തി വർദ്ധിപ്പിക്കും. അപ്പോൾ ശക്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കും. പിന്നെ ഈ സാക്ഷികൾ മറുകണ്ഠം ചാടാതിരിക്കാനുള്ള മറ്റ് വഴികൾ ആലോചിക്കും. പ്രോസിക്യൂട്ടർമാരായിട്ട് കൊലകൊമ്പന്മാരെ നിയോഗിക്കും. ഇപ്പോൾ പണ്ടൊക്കെ പ്രമാദമായ കേസാണെങ്കിൽ അഡ്വക്കേറ്റ് കുഞ്ഞിരാമമേനോനായിരുന്നു സ്ഥിരമായിട്ട് പ്രോസിക്യൂട്ടറായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭന്മാരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിട്ട് നിയമിക്കും. അവരാണ് പിന്നീട് ഈ മാതിരി കേസുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഉഷാറായിട്ട് നടത്തുക. ഇപ്പോൾ സമീപകാലത്ത് തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഉണ്ടായ പല പ്രമാദമായ കേസുകളിലും അഡ്വക്കേറ്റ് നമ്മുടെ പുത്തൂർ മോഹൻരാജിനെ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുകയുണ്ടായി. അദ്ദേഹം നേരത്തെ കല്ലുവാതുക്കൽ വിഷമദ്യ കേസ് മുതൽക്ക് ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് നമ്മുടെ ഒരു നവവധുവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു പോകുന്ന കേസുണ്ടായിരുന്നില്ലേ കൊല്ലത്ത്, ആ കേസിൽ അദ്ദേഹമായിരുന്നു. കോട്ടയത്ത് ആ കേസിൽ അദ്ദേഹമായിരുന്നു. അതൊന്നും തെളിയിക്കാൻ എളുപ്പമുള്ള കേസല്ല. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലിക്കലും പാമ്പ് കടിച്ച് മരിക്കലും തമ്മിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കി. ശരിയാണ്. അത് ഒട്ടും എളുപ്പമല്ല. കാരണം ഒരു സ്ത്രീയെ പാമ്പ് കടിക്കുന്നു, മരിച്ചത് പാമ്പ് കടിയേറ്റാണ്, ദേഹത്ത് വേറെ യാതൊരു പരിക്കുമില്ല, ബലപ്രയോഗത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. അത് കൊലപാതകമായിട്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അത് കണ്ടെത്തിയാൽ പോരല്ലോ, അതെങ്ങനെ കോടതിയിൽ തെളിയിക്കാൻ കഴിയും? ഒരു ചോദ്യമല്ലേ. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വെറ്ററിനറി സയൻസിൽ വലിയ പാണ്ഡിത്യമുള്ള വിദഗ്ധ സാക്ഷിയെ കൂടുതൽ വിസ്തരിച്ചു. അപ്പോൾ പാമ്പ് കടിയും സാധാരണ പാമ്പ് കടിക്കുമ്പോൾ ഈ രണ്ട് വിഷപ്പല്ലുകൾക്കിടയിലുള്ള സ്ഥലം, അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ ദൂരവ്യത്യാസമുണ്ടല്ലോ, അതല്ല ഈ കേസിലുണ്ടായിട്ടുള്ള. അതായത് പാമ്പിൻ്റെ പത്തി പിടിച്ച് കടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വിഷപ്പല്ലുകൾക്കിടയിലുള്ള അകലം വർദ്ധിക്കും. ഇത് ആ വിദഗ്ധ സാക്ഷി കോടതിയിൽ കൊടുത്ത മൊഴി കോടതി സ്വീകരിക്കും. അങ്ങനെയാണ് ആ കുറ്റം തെളിഞ്ഞത്. അപ്പോൾ അതുപോലെ പ്രഗത്ഭന്മാരായ പ്രോസിക്യൂട്ടർമാരും വിദഗ്ധ സാക്ഷികളും ഉണ്ടാകണം. മനസ്സിലായില്ലേ? അതെ അതെ. അപ്പോൾ അവിടെ കൃത്യം കണ്ട സാക്ഷികളാരുമില്ല, കൃത്യം കണ്ട സാക്ഷികളില്ല, സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യ തെളിവ് തന്നെ മൊഴി കൊടുക്കാൻ പറ്റാത്ത പാമ്പാണ്. അതിന് പാമ്പിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു. പാമ്പിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ വിഷസഞ്ചിയിൽ നിന്ന് വിഷം പുറത്തു പോയിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഈ രണ്ട് പല്ലുകൾക്കിടയിലുള്ള അകലം അത് കോടതിയിൽ തെളിയിച്ചിട്ടാണ് ആ കുറ്റം തെളിയിച്ചത്. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളും, പല സന്ദർഭങ്ങളും, സാഹചര്യങ്ങളും ഒക്കെ കോർത്തിണക്കി കൊണ്ടുപോകണം. അതിന് ഭാഗത്തിന് പ്രഗത്ഭന്മാരായ പ്രോസിക്യൂട്ടർമാർ വേണം. നമ്മൾ ഈ അഡ്വക്കേറ്റ് ജനാർദ്ദനക്കുറുപ്പിൻ്റെ ആത്മകഥ വായിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ക്രിമിനൽ കേസിൽ പ്രതിഭാഗം വക്കീലന്മാർ ഓരോ തന്ത്രങ്ങൾ എടുക്കുന്നത്, എങ്ങനെയാണ് പ്രോസിക്യൂട്ടർമാർ അതിന് മറികടക്കുന്നത്. അദ്ദേഹം രണ്ട് ഭാഗത്തും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരിക്കുന്നില്ല. നമ്മുടെ സാധാരണക്കാർക്ക് വായിച്ച് ഇതിനെക്കുറിച്ച് താല്പര്യമുള്ളവർക്ക് വായിച്ച് പഠിക്കാൻ പറ്റിയൊരു സാധനം. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഓരോ കേസിലും വലിയ ശ്രമം, വലിയ അധ്വാനം ആവശ്യമുണ്ട്. അപ്പോൾ പ്രതിഭാഗത്ത് ശക്തന്മാർ വരുമ്പോൾ മറുഭാഗത്തും അതിശക്തന്മാർ വരും. അപ്പോൾ മറുഭാഗത്തിൻ്റെ വാദം അത്ര ശരിക്ക് പോയില്ല, ശക്തമായില്ല, മറുവാദം ശരിയായില്ല എന്ന് തന്നെയാണ് കരുതുന്നത്.
അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചല്ലോ. ഉം, അവരുടെ ഉം. ഇൻവോൾവ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റി. പക്ഷേ ദിലീപുമായിട്ട് കോർത്തിണക്കുന്ന ആ ഭാഗം, ഉം, ഉം. പ്രോസിക്യൂഷൻ്റെ എവിഡൻസിൻ്റെ ആ ഭാഗം അത്ര തന്നെ ബലവത്തായില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതെ, ഓക്കെ. അതിൻ്റെ കാരണം ഈ സാക്ഷികൾ കൂറുമാറിയതും പിന്നെ മറ്റു സാഹചര്യങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ആ ദിലീപിന് അനുകൂലമായിട്ട് മൊഴി കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ട നടിയും പീഡിതനായ പീഡകനായ ദിലീപും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു വിരോധമോ വൈരാഗ്യമോ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിലും പിന്നെ ആ വൈരാഗ്യം ഇതുപോലെ ഒരു ഹീനമായ കുറ്റകൃത്യം ചെയ്യാനായിട്ട് പ്രേരകമായി എന്ന കാര്യമൊക്കെ തെളിയിക്കാൻ ബുദ്ധിമുട്ട് വരും. ഉം, ഉം. ഇതെല്ലാം കൂടി കോർത്തിറക്കിയാണല്ലോ. ഒരു പ്രതിയെ ശിക്ഷിക്കാൻ വെച്ചാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം എന്ന് പറയുന്നത് പ്രതിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തല്ല. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബേഡനാണുള്ളത്. പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ് ഈ പ്രതിയാണ് കുറ്റം ചെയ്തത്, ഈ പ്രതിയാണ് അല്ലാതെ ആരുമല്ല കുറ്റം ചെയ്തത്, ഇയാൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് പകൽ പോലെ വ്യക്തമാണ് എന്ന് കോടതിയെ സംശയാതീതമായിട്ട് ഇത് ബോധിപ്പിക്കണം. സംശയം തോന്നിയാൽ കളി കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള തെളിവ് അവിടെ കൊടുക്കാൻ കഴിയണം.